അഖില കേരള ധീവരസഭ വൈപ്പിൻ താലൂക്ക് പ്രവർത്തക സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വൈപ്പിൻ MLA ടോണി ചമ്മണിക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Paravoor. വൈപ്പിൻ താലൂക്ക് പ്രവർത്തക സമ്മേളനവും വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വൈപ്പിൻ MLA ടോണി ചമ്മണിക്ക് സ്വീകരണവും ഞാറക്കൽ അരയ വംശോദ്ധാരണി സഭാ ഹാളിൽ സംഘടിപ്പിച്ചു. ധീവര സമുദായത്തിന്റെയും കായലോര കടലോര മേഖലകളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെയും സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയായ അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ലളിത ഹരിയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ താലൂക്ക് സെക്രട്ടറി KC ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. താലൂക്ക് പ്രസിഡന്റ് MP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻകര രൂപപ്പെട്ടതിന് ശേഷം ആ പ്രദേശത്ത് ആദ്യമായി താമസിക്കുന്നത് ധീവര സമുദായക്കാരാണ്. ആ ചരിത്രത്തിലും ആർക്കും സംശയം വേണ്ട, സത്യമായ കാര്യം. വേറെ ആർക്കും, അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് തിരമാലകളുടെ അലറുന്ന ശബ്ദം കേട്ട് ഉറങ്ങാനും ഉണരാനും കരുത്തുള്ള ഒരു ഭാഗം, ഒരു ജനം കേരളത്തിൽ 1341 മുമ്പും അതിനു ശേഷവും ആ വൈപ്പിൻകരയിൽ താമസക്കാരായ ധീവര സമുദായക്കാർ. ചടങ്ങിൽ വൈപ്പിൻ MLA ടോണി ചമ്മണിയെ സംഘടനയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പൊതുവായ പ്രശ്നം ഇവിടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ചത് തന്നെയാണ് കുടിവെള്ളം വരുന്നത്. കുടിവെള്ളം ലഭ്യത ഒരു നാടിലെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുക എന്നത് ഒരു ഭരണകൂടം ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും മൗലികമായ കടമയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭരണഘടന രാജ്യത്തെ ജനങ്ങൾക്ക് മൗലിക അവകാശങ്ങൾ നൽകിയിട്ടുള്ളതിൽ കുടിവെള്ളം എന്നത് ഏറ്റവും അടിസ്ഥാനമായ അവകാശം. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി KK തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. PM സുഗതൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബെനീഷ്, അബീഷ്, മോഹൻദാസ്, ഷീബ സന്തോഷ്, KR രാഹുൽ ദേവ്, ബൈജു ആർക്കപ്പടി, ശാന്തി മുരളി, AV ഷാജി, KC ഗോപി, MG സുഗുണൻ, PR രവി, ഉമലത ശശിധരൻ, MS അരുണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KD അബീഷ് നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ ധീവര സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി, സാമൂഹിക ഐക്യം, മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ അവകാശ സംരക്ഷണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സമ്മേളനം ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, ഞാറക്കൽ.